أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد الصمد الأحد الحميد المجيد رب العالمين الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر، والصلاة والسلام على المبعوث رحمة للعالمين البشير المبشر السراج المنير محمد بن عبد الله وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഴ. മഴയ്ക്കു വേണ്ടി ജനങ്ങളെല്ലാവരും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും മോഹിച്ചും ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് വളരെ ശുഭകരമായ ലക്ഷണമാണ് നമ്മൾ കാണുന്നത് എന്ന് എല്ലാവരും മാനസികമായ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നാദ്യമേ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം അതൊന്നു മാത്രമാണ്. ഇസ്ലാം അല്ലാത്ത മറ്റൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതുപോലെ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. വളരെ വ്യക്തമായി ഖുർആൻ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എല്ലാം ശരിയാണ്, ആ കൂട്ടത്തിൽ ഇടുന്നൊരു ശരി എന്ന അവസ്ഥ ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ ഇസ്ലാമിൽ ധാരാളം കക്ഷികളും സംഘടനകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി نحمده ونستعينه ونؤمن به ونتوكل عليه
യഥാർത്ഥ സത്യത്തിലേക്ക് വഴി നടത്തുന്നതല്ല എന്ന് നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഈ മതത്തിന്റെ ആധാരമായി ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. എങ്കിലും ഒരേ ഖുർആനിലും ഹദീസിലും വിശ്വസിക്കുന്നവർ തന്നെ ഭിന്നിച്ചു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. ഈ ഭിന്നിപ്പിന് പരിഹാരമായി ഖുർആനും ഹദീസും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം അതുതന്നെയാണ്. അതായത് പരിശുദ്ധ ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും കൃത്യമായി പഠിക്കുക. സലഫുകൾ അതെങ്ങനെ മനസ്സിലാക്കിയോ എങ്ങനെ പ്രവർത്തിച്ചോ ആ വഴി നിങ്ങൾ പിന്തുടരുക. എന്നാൽ വഴി പിഴക്കുകയില്ല. ഈ കാര്യം ഇതാണ് സലഫി മൻഹജ് എന്ന വിഷയത്തിന്റെ ആകത്തുക. എല്ലാ സംഘടനക്കാരും പാർട്ടിക്കാരും മുസ്ലിം സമുദായത്തിനകത്തുള്ള വിവിധ ഗ്രൂപ്പുകളും പറയുന്നത് ഞങ്ങൾ പിന്തുടരുന്നത് ഖുർആനും സുന്നത്തും തന്നെയാണ് എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. പക്ഷേ അത് സ്വീകരിക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലും ഒരുപാട് വളഞ്ഞ വഴികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യത്തിൽ നിന്ന് അവർ അകന്ന് പോവുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസാഇൽ പറയുന്നു, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ഈ പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരായത്താണ്. സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലിൽ നിന്ന് ഭിന്നിച്ചു പോയ ആര് ഭിന്നിച്ചു പോയോ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, അവിടെയാണ് നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നത്. മുഅ്മിനീങ്ങളുടേതല്ലാത്ത ഒരു മാർഗം ആര് പിൻപറ്റിയോ നുവല്ലിഹി മാ തവല്ല, അവൻ ഏതിലേക്ക് തിരിഞ്ഞോ അതിലേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിൽ കടത്തിയെരിയും. വസാഅത്ത് മസീറ, വളരെ ദുഷിച്ച സങ്കേതമത്രേ. അപ്പൊ ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന പദപ്രയോഗമാണ് ഖുർആൻ അതിൽ പറയുന്നത്. മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം. ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നതിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണിത്. ഖുർആൻ എനിക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വിചാരിച്ച മാതിരി വ്യാഖ്യാനിക്കാം, മറ്റേ ആളും വ്യാഖ്യാനിക്കാം, വേറൊരാൾ വേറൊരു വ്യാഖ്യാനിക്കാം. ഇങ്ങനൊരു സംഗതി ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയാണോ സഹാബത്ത് അത് വ്യാഖ്യാനിച്ചത്, സലഫുകൾ അത് വ്യാഖ്യാനിച്ചത്, ആ രൂപത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാർഗം. ആരാണ് വിശ്വാസികൾ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഖൈറുൽ ഖുറൂനി പറഞ്ഞു, നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല നൂറ്റാണ്ട് തലമുറ എന്റെ തലമുറയാണ്. പിന്നെ അതിനുശേഷമുള്ള തലമുറ, പിന്നെ അതിനുശേഷമുള്ള 3 നൂറ്റാണ്ട്, അതായത് സഹാബികളും താബിഈകളും അടങ്ങുന്ന ആ സമൂഹം എങ്ങനെയാണോ ഖുർആനെയും ഹദീസിനെയും വ്യാഖ്യാനിച്ചത്, ആ വ്യാഖ്യാനത്തിന് വിരുദ്ധമായി വ്യാഖ്യാനിച്ചവൻ, ആ പ്രവർത്തന രീതിയിലൂടെ പോയവൻ ഈ പറഞ്ഞ ശിക്ഷക്കർഹനാണെന്ന് പറഞ്ഞു. ഇതാണ് ഇന്നത്തെ സവിശേഷമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടായതിന്റെ മർമ്മം. പിന്നെ
മറ്റൊരു കാര്യം, എന്താണ് ഓരോ പാർട്ടിക്കാരും സംഘടനക്കാരും അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ, ഏതാണ് ശരി, നമ്മൾ ഏതാണ് സത്യമെന്ന് എങ്ങനെ മനസ്സിലാക്കും? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും തയ്യാറാവുക എന്നത് മാത്രമാണ് അതിനുള്ള മാർഗം. പഠിക്കാൻ തയ്യാറായാൽ യാതൊരു സംശയവുമില്ല, രാവും പകലും പോലെ വ്യക്തമാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ, വളരെ പ്രകാശമാനമായ ഒരു പാതയിലാണ് നാം നിങ്ങളെ വിട്ടേക്ക് പോകുന്നത്. ലൈലുഹാ നഹാരിഹാ, അതിന്റെ രാവ് പകലിനെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം സഹോദരന്മാരെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. രാവ് പകലിനെ പോലെയാണ്. ഊരാക്കൂരിരുട്ടുള്ള രാത്രി കണ്ണിൽ കുത്തിയാൽ കാണാത്ത നിലയ്ക്ക് ഊരിരുട്ടുള്ള രാത്രി പകലിനെ പോലെയാണ് എന്നാണ്. അതായത് മതം പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് യാതൊരു തെറ്റിദ്ധാരണയോ സംശയമോ ആലോചനപ്പഴോ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, പഠിക്കാൻ തയ്യാറാകുന്നില്ല ഭൂരിപക്ഷം ആൾക്കാർ. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു ഉച്ചന്റെ ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട്. പല പ്രവർത്തകരുമായി സംസാരിച്ചു. അപ്പൊ അവർ പറയുന്നത്, പ്രവർത്തകർ, അനുയായികൾ, നമ്മളോട് ആഭിമുഖ്യം പുലർത്തുന്നവർ, ഇവരൊന്നും പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. യാതൊരു പറയണ്ട, ഞങ്ങൾ സംഘടന പറയുന്നത് കേട്ട് നിറക്കും. സംഘടന എന്താണോ സർക്കുലർ ഇറക്കുന്നത്, എന്താണോ പ്രസിദ്ധീകരിക്കുന്നത്, എന്താണോ പറയുന്നത്, അത് സത്യമാണ്, അതിനപ്പുറം സത്യമില്ല എന്ന് പറഞ്ഞവർ പിന്മാറുകയാണ്. അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ആയത്തിന്റെ അവസാനത്തെ വാചകമാണ്. നിങ്ങൾ മനസ്സിലാക്കിയതിൽ തെറ്റുണ്ടെങ്കിൽ സബീലുൽ മുഅ്മിനീൻ അല്ലാത്തവരുടെ വിശ്വാസമാണ്, ആചാരമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഈ ശിക്ഷയ്ക്ക് നിങ്ങൾ പാത്രീഭൂതരാവും. ഞാനാണെങ്കിൽ ഞാൻ പാത്രമാകും, യാതൊരു സംശയവുമില്ല. അപ്പോൾ പഠിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു പറയുന്നുണ്ട്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തെ നീ പിന്തുടരരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങളാണിത്. സമഅ, ബസർ, ഫുആദ്. കേൾക്കാൻ തയ്യാറാകുക. ഒരു സാധനം കാണിച്ചു കൊടുത്താൽ, പുസ്തകം കാണിച്ചു കൊടുത്താൽ, ഒരു വായിക്കാനുള്ള ഒരു സാധനം കൊടുത്താൽ അത് വായിക്കാൻ തയ്യാറാകുക. എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ തയ്യാറാകുക, ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കാൻ തയ്യാറാകുക. അപ്പൊ കേൾവി, കാഴ്ച, ഹൃദയം, ഇതിനെ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന, ഇനി കേൾക്കാൻ സാധ്യതയുള്ളവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ പിൻപറ്റിയ ആദർശം സത്യമാണോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായതിനു ശേഷം മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യം ചെയ്യപ്പെടൽ നിങ്ങൾ പെടും. ഇല്ലെങ്കിൽ കണ്ടില്ലേ, ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല, ഞങ്ങൾ ഇവരെ നരകത്തിൽപ്പെട്ടു പോയി എന്ന് പറയുന്ന അവസ്ഥയിൽ പെടേണ്ടി വരും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ചിന്തിക്കാൻ തയ്യാറായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം പേര് ഒരു 10-20 വർഷം മുമ്പ് തൗഹീദ് മനസ്സിലാക്കിയവരായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതോ ഒരു പ്രസംഗം കേട്ടു, ഒന്ന് വായിച്ചു, ഒരു കുത്തുമ കേട്ടു, അങ്ങനെ കാര്യം മനസ്സിലാക്കി വന്നവരാണ്. അപ്പൊ തൗഹീദും ശിർക്കും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി വന്നവരാണ്. സുന്നത്തും ബിദ്അത്തും ഖുറാഫാത്ത് ഇതൊക്കെ മനസ്സിലാക്കി വന്നവരാണ്. അത് ചിന്തിച്ച് മനസ്സിലാക്കി വന്നവരാണ്. ഒരു 10 വർഷം മുമ്പ്, 10-12 വർഷം മുമ്പ് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായി.
നമ്മുടെ പ്രസ്ഥാനത്തിൽ വേറൊരു സംഘം ചില പുതിയ പുതിയ വസ്വാസുകൾ ഉണ്ടാക്കി. അന്നും നമ്മൾ പഠിക്കാൻ നിർത്തും ഒക്കെ ശരിക്കും പറയേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ അത് പറഞ്ഞിട്ട് ജനങ്ങൾ അകറ്റരുത്. ആളുകൾ വെറുപ്പിക്കരുത് എന്ന അഭിപ്രായം ഉണ്ടായി നമ്മുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാർ. അതുപോലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ്, കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, എന്നിട്ട് ജനങ്ങൾ ആകർഷിക്കണം, ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായി. അത് നമ്മൾ ആൾക്കാരത് കേട്ടപ്പോൾ സത്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയുണ്ടോ? പക്ഷെ പഠിക്കാൻ തയ്യാറായപ്പോൾ മനസ്സിലായി അത് ശരിയല്ല. എന്നതുപോലെ പഠിക്കാൻ തയ്യാറാകണം എന്നാണ് ആമുഖമായി ഈ വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജീവിതത്തിലുടനീളം നമ്മളെ ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് യാതൊരു തകരാറ് ഇല്ലാത്തിടത്തോളം കാലം, ഒരു തകരാറും വരുത്താത്തിടത്തോളം കാലം പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. ഞങ്ങളവിടൊക്കെ ഉള്ള ചിലരെ, എന്റെ ഒരു ബന്ധു, എന്റെ ഒരു വളരെ അടുത്ത ബന്ധു നമ്മളെ കമ്മിറ്റിയിൽ, ഞങ്ങളെ തിരുക്കാട് മഹല്ല് മുജാഹിദ് പള്ളിയിലുള്ള സലഫി മസ്ജിദിലുള്ള ഒരു ഭാരവാഹി ഈ വിഷയം സംസാരിക്കാൻ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാഠമായിട്ട് പറയാം, ആ വർത്താനൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ വിജിലൻസിൽ വന്നിട്ടുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്കൊരു ഭക്ഷണം ഇവിടെ മുന്നിൽ പോയത്. ഇതാണ് പ്രശ്നം. വിചിന്തനത്തിൽ കളവാണ് വന്നതെങ്കിൽ നിങ്ങൾ പിൻപറ്റുന്നത് കളവാവൂലേ? അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായില്ല. അതായത് നമ്മുടെ പ്രസ്ഥാനം പറയുന്നത്, നമ്മുടെ എപിയും ടിപിയും അദർമാ സലഫിയൊക്കെ പറയുന്നത് സത്യമല്ലാതെ ഇരിക്കുമോ? അവരെക്കാലം വരെ നമ്മളെ സത്യത്തിലൂടെയല്ലേ നയിച്ചത്? അവരൊരു ബാത്തിലിനെ സഹായിക്കുമോ? അതുണ്ടാവില്ലോ എന്ന് ഭൂരിപക്ഷം പേരും മനസ്സിലാക്കും. അത് വളരെ അപകടകരമായ ഒരു ചിന്തയാണ്. അങ്ങനെ മനസ്സിലാക്കാവുന്ന തെറ്റ് പറ്റൂല എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരാളെ ലോകത്തെ ഒരാളെ ഉള്ളൂ എന്നാണ് നമ്മൾ ജനങ്ങളെ മുഴുവൻ പഠിപ്പിച്ചത്. നമ്മളും അത് പഠിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. തെറ്റുപറ്റാത്ത മാസൂമായ ഒരു മഖ്ലൂഖിനെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളൂ. അതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആർക്കും തെറ്റുപറ്റാം. അത് ആര് പറഞ്ഞാലും അത് ഖുർആന്റെയും സുന്നത്തിന്റെയും സലഫി മൻഹജിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് മാറ്റിവെച്ച് നോക്കണം. ആ ഒരു ചിന്തയില്ലെങ്കിൽ വഴികേടിൽപ്പെട്ടു പോകും എന്നതിന് യാതൊരു സംശയവുമില്ല. പിന്നെ എന്റെ വിഷയമായ സലഫി മൻഹജ്, സലഫുകളുടെ പാത എന്ന വിഷയം വളരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരും മൈക്ക് എടുക്കണ്ട, മൈക്ക് വിട്ടുപോയ ആത്മന്മാർ മൈക്ക് എടുത്തോളാം. സാധാരണ സമയം വിനിയോഗിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആർക്കെങ്കിലും നമ്മളെ എതിർക്കുന്ന അപ്പുറത്തുള്ള ഇപ്പൊ നമ്മളെ എതിർക്കുന്ന ആൾക്കാർക്കും സലഫുകളുടെ പാത ഒഴിവാക്കണം എന്ന അഭിപ്രായമുള്ളവരല്ല. പക്ഷേ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സലഫുകളുടെ പാതയിലാണോ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏതാനും അനുഭവങ്ങളിലൂടെ, ചില ചരിത്രങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി തന്നെ ഞാൻ
ആവശ്യപ്പെടുകയാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ കേരളത്തിൽ സലഫി പ്രവർത്തനം തുടങ്ങുന്നത് കേരള KNM അല്ല. അതിനു മുമ്പുണ്ടായിരുന്ന ജമിയത്തുൽമയും അല്ല. അതിനു മുമ്പുണ്ടായിരുന്ന ഐക്യസംഘമാണ് ഏറ്റവും ആദ്യമായി കേരളത്തിൽ സംഘടിക്കപ്പെട്ട സലഫി സംഘടന. അതിനു മുമ്പ് ഒരുപാട് പണ്ഡിതന്മാർ വ്യക്തിപരമായി ഈ കേരളത്തിലുടനീളം വലിയ കൊടുങ്കാറ്റ് പോലെ പ്രവർത്തിച്ച മക്തി തങ്ങളെ പോലെയുള്ള സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളെ പോലെയുള്ള ആൾക്കാരും പ്രവർത്തിച്ചിട്ടുണ്ട്. ഷേഖ് മുഹമ്മദ് മാഹിൻ ഹമദാനി തങ്ങൾ 1922 മരണപ്പെട്ടു. അതുപോലെ 1873 ജനിച്ച് 1932 മരണപ്പെട്ട വക്കം മൗലവി എന്ന പേരിൽ അറിയപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവി, 1883 ജനിച്ച് 1938 മരണപ്പെട്ട മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഇന്നത്തെ നമ്മൾ ഇന്ന് കാണുന്ന മതവിദ്യാഭ്യാസത്തിന്റെ അടിത്തറ രൂപം കൊടുത്ത ആൾ, ഇവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ വെച്ച് ആണ് ഐക്യസംഘം രൂപീകരിക്കപ്പെടുന്നത്. അവിടെ ഈ മാഹിൻ ഹമദാനി തങ്ങളുടെ പ്രവർത്തനം ധാരാളം നടന്നിട്ടുണ്ട് എന്ന് സീതി സാഹിബ്, മുസ്ലിം ലീഗിന്റെയും സ്ഥാപകനായിരുന്ന ഏറ്റവും ആദ്യകാല പ്രമുഖ നേതാവായിരുന്ന സീതി സാഹിബ്, പ്രമുഖ മുജാഹിദുമായിരുന്ന സീതി സാഹിബ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാഹിൻ ഹമദാനി തങ്ങൾ അവിടെ വന്നതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് തൗഹീദ് ഉൾക്കൊണ്ട ധാരാളം പേർ ഉണ്ടായിരുന്നത് എന്ന്. കൊടുങ്ങല്ലൂരിൽ ധാരാളം സമ്പന്നരായ മുസ്ലിം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലുള്ള കക്ഷിവഴക്കുകളും തറവാട്ടും പോരുകളുമൊക്കെ തീർക്കാൻ വേണ്ടി നിഷ്പക്ഷ സംഘം എന്ന പേരിൽ ഒരു സംഘം അവരുണ്ടാക്കി. 1922 2 വർഷം കഴിഞ്ഞപ്പോൾ നിഷ്പക്ഷ സംഘം എന്ന പേര് കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേര് അപ്പോഴാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഐക്യസംഘത്തിന്റെ 2ാം വാർഷിക യോഗത്തിൽ 1924 ആലുവയിൽ വെച്ച് കേരളത്തിൽ അറിയപ്പെട്ട എല്ലാ ഉലമാക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട്, അന്നിവിടെ സുന്നി സംഘടന ഒന്നും ഇല്ല കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കണം. സുന്നിയില്ല, ജമാഅത്തില്ല, ഒന്നുമില്ല. ആദ്യമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ആദ്യകാല നേതാക്കന്മാർ നടന്ന് പണ്ഡിതന്മാരെല്ലാവരെയും ആലുവയിലേക്ക് ക്ഷണിച്ച് ഐക്യസംഘത്തിന്റെ 2ാം വാർഷിക യോഗത്തിൽ ഒരു സംഘടനയ്ക്ക്, പണ്ഡിതന്മാരുടെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ പണ്ഡിതന്മാർ സംഘം രൂപീകരിക്കണം എന്നതിന് എന്താണ് തെളിവ്, ദലീൽ എന്താണ് എന്ന് സദസ്സിൽ നിന്ന് ഒരു പണ്ഡിതൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇ കെ മൗലവി സാഹിബ് പറഞ്ഞു, വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് നല്ലത് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘമുണ്ടാവട്ടെ എന്ന ആയത്ത് അദ്ദേഹം ഓതി കേൾപ്പിച്ചു. അപ്പൊ ഈ പണ്ഡിതൻ ചോദിച്ചു, അത് ആയത്തല്ലേ, പക്ഷെ ദലീൽ എവിടെ എന്ന് ചോദിച്ചു. അതായത് അന്ന് പണ്ഡിതന്മാർക്കും മുസ്ലിം ജനസാമാന്യത്തിനും ഒക്കെ വരെ പണ്ഡിതന്മാർക്കടക്കം ഉണ്ടായിരുന്ന ധാരണ മതത്തിലൊരു രേഖ എന്ന് പറയുന്നത് കിതാബുകളിലെ ഇബാറത്തുകളാണ്, പണ്ഡിതന്മാർ എഴുതി വെച്ച ഇബാറത്തുകളാണ് എന്നാണ് ധരിച്ചിരുന്നത്. ഖുർആൻ ഒരു രേഖയാണ് എന്ന് പോലും, എന്ന പ്രാഥമിക ധാരണ പോലും അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഈ പണ്ഡിതൻ അങ്ങനെ ചോദിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ്. ഇന്നിപ്പോ ഏതൊരു കാര്യത്തിലും ആയത്താണ്. അല്ലല്ലാത്തവരെ വിളിച്ച് തേടാനും ആയത്താണ്, മൗലൂദ് ഓതാനും ആയത്താണ്. ഇന്ന് നേരെ മറിഞ്ഞു. ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത് അന്നത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ജമീഅത്തുൽ ഉലമ രൂപീകരിച്ചു. കേരള മുസ്ലിം ഐക്യസംഘം ഓരോ വർഷവും വിപുലമായ തോതിൽ വാർഷിക യോഗങ്ങൾ സംഘടിപ്പിച്ചു. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങളിൽ. ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല.
1934 വരെ കേരള ജമിയത്തുൽ ഉലമ ഐക്യസംഘത്തിന്റെ ഒരു ഉപദേശക സമിതി എന്നോണമാണ് പ്രവർത്തിച്ചിരുന്നത്. 34 അവർ പറഞ്ഞു ഐക്യസംഘവും ജമിയത്തുൽ ഉലമയും ഒരേ പ്രവർത്തനമാണല്ലോ നടത്തുന്നത്, അതുകൊണ്ട് ഐക്യസംഘം എന്ന പേരിൽ നിന്ന് വേണ്ട, ഇനി ജമിയത്തുൽ ഉലമ മതി എന്ന് തീരുമാനിച്ച് ജമിയത്തുൽ ഉലമ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ്. പക്ഷേ അന്നും രജിസ്ട്രേഷനൊന്നും കഴിഞ്ഞിട്ടില്ല. 1933 ജനുവരി 23-നാണ് ജമിയത്തുൽ ഉലമത്തെ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യുന്നത്. 1933. ഇതിനുശേഷം കാര്യമായെടുത്ത ഒരു തീരുമാനം 1947 ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ ജമിയത്തുൽ ഉലമയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരു അറബിക് കോളേജ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. കാരണം അന്നത്തെ അറബിക് കോളേജുകൾ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന വാഴക്കാട് ദാറുൽ അറബിക് കോളേജ് അടക്കം അതിന്റെ നടത്തിപ്പുകാരുടെ താല്പര്യത്തിനനുസരിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്, പണ്ഡിതന്മാർ തന്നെ നടത്തുന്ന പണ്ഡിതന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് നടത്തുന്ന ഒരു സംഘടന മതി, മുതലാളിമാർ വേണ്ട, മുതലാളിമാരെ പൈസ വാങ്ങാമെന്നല്ല, അല്ലാണ്ട് അവരുടെ നിയന്ത്രണങ്ങൾ ഉണ്ടാകരുത്. ഇപ്പോ നമ്മൾക്ക് വന്നിട്ടുള്ള ഒരു ദുര്യോഗം ഈ അവസ്ഥയാണ്. മുതലാളിമാരുടെ ഇച്ഛകൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരവസ്ഥ ആയിട്ടുണ്ട് എന്ന് വളരെ അടുത്ത സംഘടനയെ അറിയുന്നവർക്കറിയാം. അത് സാന്ദർഭികമായി ഞാൻ പറയുക. അങ്ങനെ ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. പിന്നെ മദീനത്തുൽ ഉലമ അറബിക് കോളേജ് ഉണ്ടായി, അതിനുശേഷം മോഹമ്മദ് അറബിക് കോളേജ് ഉണ്ടായി. ഇതിനുശേഷം MCC അബ്ദുറഹ്മാൻ മൗലവിയാണ് വളരെ സുപ്രധാനമായ പല പ്രവർത്തനങ്ങളും നടത്തിയത്. വലിയ പ്രസിദ്ധമായ വാദപ്രതിവാദങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. നേരം വെളുക്കും വരെ ഖുറാഫി മുസ്ലിയാക്കന്മാർക്ക് മറുപടി പറയാതെ ബുദ്ധിമുട്ടിയ 200 വാദപ്രതിവാദത്തിലെ ചോദ്യം, അല്ലല്ലാത്തവരെ മൊയ്ജിഷികളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന ചോദ്യം എന്ന മരിച്ചുപോയവരുള്ള പ്രാർത്ഥന വിളിച്ചു തേടലിന് എന്തെങ്കിലും തെളിവുണ്ടോ ഖുറാനിൽ നിന്ന് എന്ന ചോദ്യത്തിന് നേരം വെളുക്കുവോളം മറുപടി പറയാൻ സാധിക്കാതെ ഇരുന്ന 300 വാദപ്രതിവാദം പോലെയുള്ള വാദപ്രതിവാദങ്ങളിൽ ചുക്കാൻ പിടിച്ചതൊക്കെ MCC അബ്ദുറഹ്മാൻ മൗലവിയായിരുന്നു. 1947-ലാണ് പണ്ഡിതന്മാരല്ലാത്തവർക്കും ഒരു സംഘടന വേണം എന്ന് തീരുമാനമെടുത്ത് പിന്നീട് 1951 കുറച്ച് 47 ആലോചന വന്നെങ്കിലും 47 ഏപ്രിൽ 12 നിർവാഹക സമിതി എല്ലാം ആ തീരുമാനമെടുക്കുന്നത്. പക്ഷേ സംഘടന കേരളത്തിൽ മുജാഹിദ് 1950 KNM രൂപീകരിക്കുന്നു. അപ്പൊ 905 വിചാരിക്കുന്ന KNM സ്ഥാപിക്കപ്പെടുന്നത്. അതിനു മുമ്പ് KNM ഇല്ല. വളരെ ശ്രദ്ധേയമായ ഒരു ജമിയത്തുൽ ഉലമ എന്ന് വെച്ചാൽ സലഫികളുടെ നേതാക്കന്മാരുടെ ഒരു പ്രവർത്തനം. 1951 ഏപ്രിൽ 6-4 തീയതികളിൽ പൗരശക്തി എന്ന ദിനപത്രത്തിൽ MCC അഭാവം കേരള പേരും ഒഴിവായിപ്പോയി. ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലൂദി സാഹിബിന്റെ അനുയായികളായിട്ടുള്ള അവരുടെ ആശയങ്ങൾ എന്താണ് എന്ന് തുടക്കത്തിൽ മനസ്സിലായിരുന്നില്ല. മനസ്സിലായ നമ്മുടെ മുൻകാല നേതാക്കന്മാർ ഇത് ഇസ്ലാമിന് അന്യമാണ് എന്ന് മനസ്സിലാക്കുകയും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരസ്യം കൊടുക്കുകയും പത്രത്തിൽ പരസ്യം കൊടുത്തു. അത് മനസ്സിലാക്കണം. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അന്നത്തെ പ്രസിദ്ധ പത്രമായ പൗരശക്തിയിൽ ഏപ്രിൽ 6-24 1951 പരസ്യം കൊടുത്തു. ഈ പരസ്യം കൊടുത്തതോടുകൂടെ സ്വാഭാവികമായിട്ടും വലിയ ചർച്ചയായിരിക്കണം. മതരംഗത്ത് ചൂടുപിടിച്ച ചർച്ചയ്ക്ക് അത് കാരണമായി. ആ ചർച്ചയുടെ
അന്തിമ ഫലം എന്ന നിലക്ക് ജമാഅത്തെ ഇസ്ലാമിയും സലഫികളും തമ്മിൽ ഒരു വാദപ്രതിവാദം നടത്തണം എന്ന് തീരുമാനിച്ചു. ചേന്നമംഗലൂർ ജമാഅത്തുകാരുടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. 1952 ഡിസംബർ 55-ലാണ് പരസ്യം. നോക്കണങ്ങൾ ഒരു കൊല്ലത്തിലെങ്കിലും ചർച്ച നീണ്ടിട്ടുണ്ടാവും. ഒരു കൊല്ലമില്ല എന്ന് താഴെ. 52 ഡിസംബർ 14, 15, 16 തീയതികളിൽ വാദപ്രതിവാദം നടത്താൻ നിശ്ചയിച്ചു. അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ വാദപ്രതിവാദത്തിന്റെ ഒരാഴ്ച മുമ്പ് 6-12 ഡിസംബർ 6-ന്, ഡിസംബർ 14-ലാണ് വാദപ്രതിവാദം. 14, 15, 16 ഡിസംബർ 6-ന് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധി കത്ത് കൊടുത്തു, ഞങ്ങൾക്ക് അമീറിന്റെ അനുവാദം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വാദപ്രതിവാദം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയുണ്ടായി. ഞാനിത് പറയാൻ കാരണം പ്രത്യേക ഉദ്ദേശം, ഒരു പത്രത്തിൽ ഒരു പരസ്യം കൊടുത്ത് ജനങ്ങളെ വിഷയം മനസ്സിലാക്കിക്കുക എന്നത് നമ്മുടെ അന്നത്തെ സലഫി നേതൃത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു. ഇന്ന് ഏതാനും മാസങ്ങളായിട്ട് പത്രത്തിൽ നമ്മുടെ സംഘടന കൊടുക്കുന്ന പരസ്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇന്നവരെ പുറത്താക്കി, 10-20 പേരെ പ്രസംഗിക്കാൻ വിളിക്കാൻ പാടില്ല, ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു നിലക്കുള്ള പരസ്യം. പിന്നെ ഇന്നിന്റെ സ്ഥാപനങ്ങൾ ഒക്കെ നമ്മളുടെ സ്വത്ത് തന്നെയാണ് എന്നറിയിക്കുന്ന പരസ്യം. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ഭൂരിപക്ഷം പേരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് ഇന്നിന്ന ഫെബ്രുവരി 15-ാം തീയതി പേപ്പറാണ്. ഇതിൽ ഇംഗ്ലീഷിലൊരു പരസ്യം ഒരുപാട് പത്രങ്ങൾ വന്നിട്ടുണ്ട്. ട്രേഡ് മാർക്ക് കോഷൻ നോട്ടീസിനാണ്. അതിന് താഴെ കുറെ സംഘടനകളുടെ പേരും സ്ഥാപനങ്ങളുടെ പേരും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളെ സ്വത്ത് തന്നെയാണ്, ഇതിലാർക്കും ഒരു അവകാശമില്ല. എന്നുവെച്ചാൽ തികച്ചും ഭൗതികമായ കാര്യങ്ങൾക്കാണ് ഇന്ന് സംഘടനാ നേതൃത്വം പരസ്യം കൊടുക്കുന്നത്. നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ സുഹൃത്തുക്കളെ. ഇപ്പൊ അടുത്തൊരു പരസ്യം പിന്നെ വന്നു, ഞാൻ ചിലർക്ക് മുക്തിയാർ കൊടുത്തിട്ടുണ്ട്, അതും ഭൗതികം തന്നെ, സ്വത്തുമായി ബന്ധപ്പെട്ടാണ്, ഞാൻ അധികാരമില്ല. അപ്പോൾ തികച്ചും ഭൗതികമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയും ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയുമാണ് ഇന്ന് നമ്മുടെ സലഫി നേതൃത്വം എന്ന് പറയപ്പെടുന്നവർ പരസ്യം കൊടുക്കുന്നത്. അന്ന് ആദർശപരമായ കാര്യങ്ങൾക്കായിരുന്നു എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അന്ന് 1951 കൊടുത്ത പരസ്യവും അതിനോടനുബന്ധിച്ചുണ്ടായ വാദപ്രതിവാദവും നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയത്. ഇനി മറ്റൊന്ന്, ഇവർ മാത്രമേ കേന്ദ്രം മാത്രമേ സലഫി സംഘടനയുള്ളൂ എന്നും ആരും വിചാരിക്കണ്ട. കേന്ദ്രം ഒക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് പ്രാദേശികമായി ധാരാളം സലഫി സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ദശകങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അരീക്കോട്ടെ ജമിയത്തുൽ മുജാഹിദീൻ ധാരാളം സ്ഥാപനങ്ങളിലെ സുല്ലം സലാമത്തിന്റെ കീഴിലാണ് അറിവുകളൊക്കെ. അതുപോലെ നിലമ്പൂരിലെ ജമിയത്തുൽ മുജാഹിദീൻ, വളവന്നൂരിലെ അൻസാറുള്ള സംഘം, തൃപ്പഞ്ചിലെ ജമിയത്തുൽ മുസ്ലിഹീൻ സംഘം, കടവത്തൂരിലെ നുസ്രത്തുൽ ഇസ്ലാം സംഘം, എടത്തനാട്ടുകരയിലെ ജമിയത്തുൽ മുഹഖഖീൻ, കൊയിലാണ്ടിയിലെ ജമിയത്തുൽ മുർഷിദീൻ, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ സലഫി സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു. സലഫി എന്നതൊരു കുത്തകയല്ല. ആര് ഖുർആനും സുന്നത്തും അനുസരിച്ച് സലഫി മൻഹജും അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നുണ്ടോ അവരൊക്കെ സലഫികളാണ്. അങ്ങനെ ജമിയത്തുൽ ഉലമ ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നു. അതിനുശേഷം സംഘടനയ്ക്ക് വലിയൊരു മുന്നേറ്റമുണ്ടായത് വളരെ വിപുലമായ തോതിൽ 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ തോതിലുള്ള ചില സമ്മേളനങ്ങളോട് കൂടെയാണ്. 1979 പുതുക്കൽ വെച്ച് നടത്തിയ സമ്മേളനത്തോടു കൂടെയാണ് മുജാഹിദുകൾ ഇത്രയുണ്ട് എന്ന് മുജാഹിദുകൾക്ക് മനസ്സിലായത്. 79 പുതുക്കൽ സമ്മേളനം, പിന്നീട് 82 ഫറോക്ക് സമ്മേളനം, 87 കുറ്റിപ്പുറം സമ്മേളനം, 92 പാലക്കാട് സമ്മേളനം, 96 കണ്ണൂർ പിലാത്തറ സമ്മേളനം, 2002 എറണാകുളം, 2008 ചങ്ങരംകുളം. ഇങ്ങനെ സംഘടന വളരെ വ്യാപകമായി.
ഒരുപാട് മഹല്ലുകൾ, പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ പുറമെ ധാരാളം അനുഭാവികൾ നമ്മളുടെ കാസറ്റും സീഡികളിലൂടെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകി വന്നു. നേരിട്ടുള്ള പ്രസംഗങ്ങളെക്കാളേറെ ഇന്ന് സീഡികളാണ് നിങ്ങൾക്കറിയാം ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പേര് നമുക്ക് എല്ലാവർക്കും അനുഭവം. ഇങ്ങനെ ആൾ കൂടുകയും സ്വത്തും കാര്യങ്ങളും ഒക്കെ കൂടുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായും പിശാചിന്റെ ഒരു കടന്നാക്രമണം ഉണ്ടായി. നിങ്ങൾക്കറിയാലോ, നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഇന്നാളെ പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹി എന്ന് പറയുന്നത് എന്നെ കൊണ്ടാവില്ല, എനിക്ക് വേറെ പണി പറഞ്ഞിട്ട് ഒഴിവാകലാണ്. ഇപ്പൊ അങ്ങനെയല്ല. ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടും ആ സ്ഥാനം ലഭിക്കാൻ തലേന്നും അതിന്റെ മുമ്പത്തെ ആഴ്ച തന്നെ പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ തുടങ്ങാണ്. ഇതൊക്കെ അനുഭവമായിട്ടാണ് പറയുന്നത്. ഞാൻ കളവായ ഒരു കാര്യവും നടക്കാത്തൊരു കാര്യങ്ങളോട് പറയുന്നില്ല. എവിടെ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി ഞങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ അങ്ങനെയാണ്. ജില്ലാ തലത്തിൽ, മണ്ഡലം തലത്തിൽ, ശാഖാതലത്തിൽ, സംസ്ഥാന തലത്തിലടക്കം മുൻകൂട്ടി കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് അതിനുള്ള വർക്കുകളൊക്കെ നടത്തി രാഷ്ട്രീയ പാർട്ടികളുടെ ഏർപ്പാടുകളുമായി ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ അങ്ങനെ തന്നെയാണ് നടന്നത്. അതുമായി വിശദമായ കാര്യങ്ങൾ എനിക്ക് ശേഷമുള്ള എന്റെ പ്രിയ സഹോദരൻ ടി കെ സറഫ് സാഹിബിനോട് സംസാരിക്കുന്നതിനെ മനസ്സിലാക്കും സംഘടനയിൽ എന്ത് സംഭവിച്ചെന്നുള്ള. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എന്തുണ്ടായി? സംഘടനയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മനഃപൂർവ്വം പൊട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ സംഘടനയുടെ പ്രഭാഷകരായി നടക്കുന്ന ആൾക്കാർ കുറച്ചു മുമ്പ് പറഞ്ഞ സീഡികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതേ കാര്യങ്ങൾ അവർ മുമ്പ് പറഞ്ഞത് വളരെ വ്യക്തമായി പറഞ്ഞത്. അപ്പൊ അതല്ല യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഈ ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് നമ്മളെ മാതൃസംഘടന അല്ലെങ്കിൽ തുടക്കം ജമിയത്തുൽ ഉലമയാണ്. ജമിയത്തുൽ ഉലമ കാരണം ഇതിന്റെ അഭിപ്രായ വ്യത്യാസത്തിന് ഒരു കാരണമാക്കുന്നത് ഒരു ഹദീസിന്റെ വ്യാഖ്യാനമാണ്. അതുപോലെ സിഹ്ർ ഫലിക്കൂലെ കേശറയുണ്ടോ ഇല്ല എന്നുള്ള ചില മതപരമായ, തികച്ചും മതപരമായ ചില വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ ഇങ്ങനെ ശരിക്കും ചർച്ച ചെയ്യേണ്ട ജമിയത്തുൽ ഉലമയാണ്. ജമിയത്തുൽ ഉലമയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പണ്ഡിതോചിതമായി. അങ്ങനെ പണ്ഡിതോചിതമായി ചർച്ച ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു. പരസ്യമായി തന്നെ അവർ ചർച്ച ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വെറുതെ പറയുന്നത്. ഇത് 953 ജൂലൈ 7-ാം ലക്കം അൽമനാറാണ്. 53 ഞാൻ ജനിക്കുന്നതിന് മുമ്പാട്ടോ. അന്ന് വളരെ നേർച്ച തലമുറ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നേക്കാം. ഇതിലൊരു ലേഖനം, ഇതിന്റെ പേരെന്താണ്? MCCയുടെ പുതിയ വാദങ്ങൾ, MCC അഹമ്മദ് മൗലവിയുടെ ചില പുതിയ വാദങ്ങൾ. ഹെഡിങ് ലേഖനം എഴുതുന്നാരറിയോ? കെ ഉമർ മൗലവി, എന്റെ പിതാവ്. പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ ജുമാക്ക് പോകൽ ഫർളാണ്, നിർബന്ധമാണ് എന്നായിരുന്നു MCC അഹമ്മദ് മൗലവിയുടെ അഭിപ്രായം. അദ്ദേഹം അത് വളരെ ഗൗരവപൂർവ്വം പറയുകയും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. അത് പരസ്യമായി പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ലേഖനം എന്റെ വാപ്പ എഴുതി കൊടുത്ത്. ഇല്ല, എല്ലാവരും മനസ്സിലാക്കട്ടെ എന്നുള്ള നിലക്കായിരിക്കുമല്ലോ അന്നത്തെ നേതൃത്വം അൽമനാറിൽ ഇത് പ്രസിദ്ധീകരിച്ചത്. ഇതൊരു തുടർലേഖനാണ്. മനസ്സിലായില്ലേ? അപ്പോ വാപ്പ എഴുതി നിർബന്ധമാണെന്ന് പറയാൻ തെളിവുകളില്ല, അനുവദനീയമെന്നേ പറയാൻ പാടില്ല, എല്ലാ തെളിവുകളും പരിശോധിച്ചാൽ എന്നുള്ള കാര്യം വളരെ വിശദമായി കഴിഞ്ഞു. ഇതിന്റെ പേരിൽ ഒരു ഇൽമിയായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഉമർ മൗലവിന്റെ സംഘടന പുറത്താക്കുകയോ MCC അഹമ്മദ് മൗലവിനെ പിന്നെ അച്ചടക്കുന്ന പേരെടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ കേട്ടു, നമ്മൾ സലാം ചൊല്ലിയാൽ നമ്മളെ ആൾക്കാർ ചിലർ സലാം മറക്കുന്നില്ല. സലാം മറക്കുന്നില്ല. MCC അഹമ്മദ് മൗലവി എന്റെ ഉമ്മാന്റെ ബന്ധുവാണ്. എന്റെ ഉമ്മാന്റെ ഒരു മൂത്താപ്പയിട്ട് വരും MCC അഹമ്മദ് മൗലവി, അബ്രഹാം മൗലവി ഒക്കെ എന്നുവെച്ചാൽ ബന്ധുക്കളാണ്.
അവരതിന്റെ പേരിൽ അവരുടെ ബന്ധം വിച്ഛേദിക്ക്, അവരൊരു അലോഗ്യം ഉണ്ടാകുകയോ ഒരു ഇഷ്ടക്കേടുണ്ടാകുകയോ ഒരു അകൽച്ച ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. എൽമിയായ അഭിപ്രായത്തിനും എൽമിയായ നിലയ്ക്ക് ചർച്ച ചെയ്യുക പരിഹരിക്കാനല്ലാതെ സംഘടനയിലോ വ്യക്തിബന്ധങ്ങളിലോ അത് വന്നിട്ടില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ ഈ ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇനി ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ സംഘടനയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്വഭാവം നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. തവള ഇറച്ചി ഹലാലാണോ എന്നൊരു പ്രശ്നം ഉണ്ടായി. ചിലർക്ക് വിചാരിക്കുന്നുണ്ടാവും അതൊരു ഇത്തരം കാര്യമാക്കേണ്ട വിഷയമാണ്, ആരാ തവള എന്നുണ്ടെന്നില്ല. പഴയ ചരിത്രം അറിയുന്നവർക്കറിയാം, കൊച്ചിയിൽ നമ്മളെ ചേട്ടുമാർക്ക് ചെമ്മീനും തവളയൊക്കെ കയറ്റിയാക്കണം എന്നുള്ള പരിപാടി ഉണ്ട്. ചെമ്മീനെ കയറ്റി വെച്ചു, ആ കൂട്ടത്തിൽ തവളയും വേണം. അപ്പൊ തവള ഹലാലാണോ അല്ലേ എന്ന് പ്രശ്നം വന്നു. അവരിൽ ഒരു സേട്ട് നമ്മുടെ കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഒരു ടൈമില്, സാലേ സേട്ട്, ഇന്ത്യ മറൈൻ ഏജൻസീസിന്റെ ഉടമ. അങ്ങനെ ജമ്മിത്തിൽ ഒരു ചർച്ച വന്നു. തവള മാംസം ഹറാമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് എന്റെ പ്രബന്ധം അവതരിപ്പിച്ചു. ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കുറെ കാലം അദ്ദേഹം കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റായിരുന്നു. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ എന്ന് ഞാൻ വളരെ അർത്ഥവത്തായ നിലക്കാണ് പറയുന്നത്. ഇന്നിപ്പോ ഒരു സാധാരണക്കാരന് അറബി അത്യാവശ്യം വായിക്കാൻ അറിയുന്നവന് ഒരു ഹദീസ് ചെക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക, CD ഇടുക, അല്ലെങ്കിൽ ആ സൈറ്റിലേക്ക് പോവുക, ഒരു വേർഡ് ക്ലിക്ക് ചെയ്താൽ മതി, ഹദീസിൽ വരും. ഇത് ഓർമ്മയിൽ നിന്ന് പറഞ്ഞിരുന്നത് ഞാൻ നേരിട്ട് കേട്ട എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ആ ഹദീസിൽ നിന്ന് തകരാറുണ്ട്, സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ചർച്ച നടന്നു. ഹിലാൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ മുമ്പ് ഹിലാൽ കണ്ടാൽ പെരുന്നാൾ എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടത്, കണക്കിന് പ്രാധാന്യം കൊടുക്കണോ കാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കണോ, ഇതൊരു വലിയ ചർച്ചയായിരുന്നു. ഇത് ജമിയത്തുലമയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഞാൻ സാക്ഷിയാണ്. ഞാൻ ചെറിയ പ്രായമാണല്ലോ, പക്ഷേ അത് ഞാൻ പുള്ളിക്ക് പഠിക്കുന്ന കാലത്ത് നടന്ന ചർച്ചകളാണ്. ഞാൻ അത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ഒരു ചർച്ച, സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ, ഇതിനു മുമ്പ് ചർച്ച വന്നിട്ടുണ്ട്. റമളാന് ശേഷം 6 നോമ്പ് വിദഅത്താണ് എന്നൊരു വാദം ഉണ്ടായി, അല്ല സുന്നത്താണ്, ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്ത പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കത്ത് കൊടുക്കണ്ടായി. ഞാനൊരു കത്ത് കൊടുക്കാറുമ്പോൾ പിന്നെ ജമിയത്തുലമ 8 മെമ്പർമാരെ ഒപ്പിട്ട, എന്റെ ഒപ്പാണ് ആദ്യം 8 മെമ്പർമാരെ ഒപ്പിട്ടൊരു കത്ത്. ശ്രീ ഉമർ മദനി, ഞങ്ങളെ തൊട്ടടുത്ത നാട്ടുകാരനാണ്. അബ്ദുള്ള ഫാറൂഖി നമ്മളുടെ ഒരു പ്രാസംഗികനാണ്. ഈ ഫൈസൽ ഫാറൂഖി, KK മുഹമ്മദ് മദനി, K അബ്ദുറഹ്മാൻ മൗലവി വർണ്ണമണ്ണ, OP ജാഫർ സലഫി, N അംസ സുല്ലമി, ഇത്രയും ജമിയത്തുലമ ഞാൻ അടക്കമുള്ള 8 ജമിയത്തുലമ മെമ്പർമാർ ഒപ്പിട്ട് ജമിയത്തുലമക്ക് ഒരു കത്ത് കൊടുത്ത് 2010 ഏപ്രിൽ 6 2010 നല്ലോണം ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, 2013 ഇതാ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട്, അതുകൊണ്ടല്ല ചർച്ച ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് എന്നെ എഴുതി കൊടുത്തത്. ചർച്ച ചെയ്തില്ല. കാരണം ഇത് ചർച്ച ചെയ്താൽ സത്യം തെളിയലോ. അപ്പൊ ഇത് സത്യം തെളിയരുതെന്നും ഈ കാര്യം പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ പുറത്താക്കണം, ഒഴിവാക്കണം എന്നുള്ള തീരുമാനം ഉദ്ദേശം നേരത്തെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിന്റെ പിന്നാലെ തന്നെ പോയി. 2011 ഞാൻ വീണ്ടും ഒരു കത്ത് കൊടുത്തു. അവിടെ പുളിക്കൽ മജീദത്തുൽ ജമിയത്തുലമയുടെ ഓഫീസിൽ ഞാൻ അവിടെ ഇരുന്ന് എഴുതി കൊടുത്താൽ ഇതാ ഉടനെ ചർച്ച ചെയ്യണം, ഈ അഭിപ്രായ വ്യത്യാസം ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, സാധാരണ പ്രവർത്തകർ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഉടനെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുക എന്റെ ഫോട്ടോ കോപ്പിയുണ്ട്. ചർച്ച ചെയ്തില്ല. അപ്പൊ ചർച്ച ചെയ്യണമെന്നും പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതായിരുന്നു. ഇപ്പോഴേ നമ്മളുണ്ടായ പ്രവർത്തകല്ലേ, പക്ഷേ നടന്നില്ല. പക്ഷെ പിന്നെ എന്താ ഉണ്ടായത്? ജന്ന് പിശാച് റുഖിയ ശറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞിട്ട് ജമിയത്തുലമ ഒരു പുസ്തകം ഇറക്കി. ഇത് പണ്ടൊരാൾ പറഞ്ഞ ഒരു ഉദാഹരണമാണ് എനിക്ക് വരുന്നത്. പക്ഷെ അതിപ്പോ ഈ സദസ്സിൽ പറഞ്ഞ ശരിയില്ല, പറയുന്നില്ല. പാർലമെന്റേറിയൻ അല്ല, നമുക്ക് പറയാം. അങ്ങനത്തെ ഇതാണ്. ജമിയത്തുലമ അങ്ങനെ പുസ്തകം ഇറക്കില്ല. അങ്ങനെ ഇറക്കി നോക്കുമ്പോ അബദ്ധങ്ങൾ
ധാരാളം. കേരള ജംഇയ്യത്തുൽ ഉലമ സെലഫികളുടെ മാതൃസംഘടന ഇറക്കിയ പുസ്തകത്തിൽ അബദ്ധങ്ങൾ, ഇത് നമ്മുടെ പണ്ഡിതന്മാരെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മളുടെ പ്രഗത്ഭരായ നമ്മുടെ അബൂബക്കർ സലഫി, സലാഹി, അബ്ദുൽ അബ്സുൽ യാമയും ഇങ്ങനെയുള്ള നമ്മുടെ പണ്ഡിതന്മാരെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവര് ഇതൊക്കെ കൂടി എഴുതിണ്ടാക്കി പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ആ 38 പണ്ഡിതന്മാരുടെ പേരെല്ലാം എഴുതിയിട്ടുണ്ട്. കൊണ്ടുപോയി കൊടുത്ത ആളെയാണ് ചർച്ചയ്ക്ക് വിളിച്ച്. അയാൾ ഷാഫി സലാഹിയാണ്. അങ്ങനെ ഒപ്പിട്ടിരുന്നില്ല. ഒപ്പിടാതിരിക്കാൻ കാരണമുണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് വെച്ച് ഒരു ചർച്ച നടത്താൻ പോകുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ പേരിൽ എന്നുള്ളൊരു വിഷയം വന്നു. അപ്പൊ ആ ചർച്ച നടക്കുന്നതിന്റെ മുമ്പ് ഇത് കൊടുക്കണം. അതാണ് എന്റെ മാന്യത. കാരണം ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിന്റെ തെറ്റുകൾ ആദ്യം അവിടെയല്ലേ പറയേണ്ടത്, എറണാകുളത്തല്ലോ. എന്ന നിലയ്ക്ക് ഒപ്പിട്ടുള്ള ആൾക്കാരുടെ പേര്, ഇതിനോട് യോജിക്കുന്ന ആൾക്കാരുടെ പേര് മാത്രം എഴുതിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഭയങ്കര ആക്ഷേപം. ഒപ്പിടാത്തൊരു സാധനം കൊണ്ടുവന്നിരിക്കുന്നു അങ്ങോട്ട് എന്നല്ല, വളരെ മോശമായ പദപ്രയോഗം വരെ നമ്മുടെ ജംഇയ്യത്തുൽ ഉലമയിലെ നേതാക്കന്മാരുണ്ടായിരുന്നാണ് ഞാൻ കണ്ടത്. പൂത്തുകൾ എന്നാണ് ഇതിൽ പേര് എഴുതിയ ആൾക്കാരെ പറ്റി പറഞ്ഞത്. 38 പൂത്തുകളുടെ ഒരു സാധനം എഴുതി കൊണ്ടുവന്നിട്ടു എന്ന് മാത്രമല്ല, വളരെ മോശമായ നിലക്കാണ് അതിനെപ്പറ്റി ചർച്ച ഉണ്ടായത്. ഞാനതിൽ ഒപ്പിട്ടോ ഇല്ലേന്ന് നേരിട്ട് ചോദിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫിന്റെ വീട്ടിൽ വന്നു. ഞാനാരാണ്? അല്ലാതെ ഞാൻ ഒപ്പിട്ട ഒരു കാര്യം ശരിയാവും. ആലോചിച്ച് നോക്കണം. ഒരാൾ സഹോദരന്മാരെ, സലഫികളെ, മുജാഹിദുകളെ നമ്മൾ ആലോചിക്കണം. ഒരാളോ 100 ആളോ പറഞ്ഞു എന്നതാണോ നമ്മുടെ മതത്തിന്റെ ഒരു മാനദണ്ഡം? മതം ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിലുള്ള മാനദണ്ഡം അതാണോ? ഒരു തെറ്റ് 1000 ആൾ പറഞ്ഞാലും നമ്മളെ സ്വീകരിക്കില്ല, ഖുർആൻ ഹദീസ് ഇല്ലെങ്കിൽ. ഒരു ശരി ഒരൊറ്റ ആൾ സൂചിപ്പിച്ചാലും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ നമ്മൾ തീരുമാനിക്കണം, അല്ലേ? എന്നിട്ട് ഞാൻ അതിന് ഒപ്പിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര തിരക്കുള്ള അബ്ദുറഹ്മാൻ സലഫി, KNMന്റെ സെക്രട്ടറി, ജംഇയ്യത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, ജാമിഅ നദിയുടെ വലിയ ആളൊക്കെ ഞങ്ങൾ കൂട്ടുകാരാണ്, നാട്ടുകാരാണ്, എന്റെ ഇളയതാണ്. ചോദിക്കാനായിട്ട് ഇവര് വീട്ടിൽ വന്നു. ഞാൻ കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുപോയി. ഇതൊക്കെ വിഷയമാണ്. അപ്പോ എങ്ങനെയാണ് വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്നത് നോക്കി. അബ്ദുറഹ്മാൻ സലഫിയെ പറ്റി വ്യക്തിപരമായി അതിൽ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടാണ് തല്ലിയത്. ഈ 2 കാരണം പറഞ്ഞത്. ഒപ്പിട്ടിട്ടില്ല. അബ്ദുറഹ്മാൻ സലഫിന്റെ വ്യക്തിപരമായി അതിൽ പറഞ്ഞു. വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ദോഷങ്ങളോ കുടുംബത്തിന്റെ തറവാട്ടിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്ന കാര്യം പറഞ്ഞു, അത് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ്, കളവാണ്, അത് ശരിയല്ല എന്നാ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ പേര് മാറ്റിക്കൊണ്ട് ഇത് 2ാമത് എഴുതുണ്ടാക്കിയാണ്. എന്നിട്ട് 65 പണ്ഡിതന്മാർ, ശരിക്കും മനസ്സിലാക്കുന്ന സഹോദരന്മാർ, 65 നമ്മുടെ രംഗത്തുള്ള നമ്മുടെ പ്രഭാഷകരും പണ്ഡിതന്മാരും ഖതീബുമാരുമായിട്ടുള്ള ആൾക്കാർ എഴുതി ഒപ്പിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയുടെ വീട്ടിൽ 30/11/2012 സമ്മേളനത്തിന്റെ ഒരു മാസം മുമ്പാണ്. അപ്പോ സെക്രട്ടറി പറഞ്ഞു, വളരെ മാന്യമായി നല്ല നിലയ്ക്ക് ചോദിച്ചു. നമ്മൾ വിചാരിച്ചു ഉടനെ ഉണ്ടാവുള്ളൂ. ഒന്നും ഉണ്ടായില്ല. ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ ഒരു പുസ്തകത്തിലെ തെറ്റുകൾ തെളിവുകളുടെ ആധാരത്തിൽ പണ്ഡിതന്മാരുടെയും ഖുർആന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതി കൊടുത്തപ്പോ അത് ചർച്ച ചെയ്യാൻ. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, സലഫുകൾ എന്താണ്, സലഫി മൻഹജ് എന്താണെന്ന് നമ്മൾക്കറിയാം. നമ്മുടെ സംഘടന സലഫി മൻഹജിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ അനുഭവങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ആ പുസ്തകത്തിൽ കാര്യമായി സ്ഥാപിക്കുന്ന ഒരു വിഷയം റുഖ്യ ശർഇയ്യ രോഗശമന പ്രാർത്ഥന മാത്രമാണെന്നാണ്. അതങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് 6 രേഖകൾ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുഴുജിതത്താണ്. ജില്ലു കുടിയനോട് സംസാരിക്കലും ഇറങ്ങി പോകാൻ പറയുന്നൊക്കെ മുഴുജിതത്താണ്, മനസ്സിലാക്കുന്ന മുഴുജിതത്താണ്, അത് ബോധ്യം അങ്ങനെ പറയാം. അനാവശ്യമായ 2ാമത്തെ കാര്യം അബദ്ധാണ്. 3ാമത്തെ ഖുർആന്റെ പേരിൽ വളരെ വ്യക്തമായ ഒരു കളവ് എഴുതിയിട്ടുണ്ട്.
പെട്ടെന്ന് വായിച്ചത് മനസ്സിലാവും അബദ്ധം പറ്റിയതാണോ അള്ളാഹുവാണ്. ഏതായാലും അങ്ങനെ തെറ്റുണ്ട്. അപ്പൊ മൂന്നെണ്ണായില്ലേ. നാലാമത്തേത് പിശാചിന്റെ ഉപദ്രവം വസ്വാസ് മാത്രമാണ് അതിൽ പറയുന്നത്. അബദ്ധമാണ്, തെറ്റാണ്. സിഹറിന് യാഥാർത്ഥ്യം എന്തെന്നുള്ളത് എന്നിട്ടുമ്പോ മുമ്പ് വളരെ 10-30 വർഷം മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യമാണ്. സത്യമാണ്. 5 ജിന്നുകൾ രോഗമുണ്ടാക്കുമെന്ന വിശ്വാസം ശിർക്കാണ് എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. 6 കുറെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തട്ടിപ്പാണ്. നമ്മളെ ഖുറാഫി ഉലമാക്കന്മാര് ഈ സെൽസരിയിലൊക്കെ ഓരോ വാക്കുകൾ ഉദ്ധരിച്ചിട്ട് പറയുന്ന പോലെ കേട്ടില്ല. ഇടക്കും നിർത്തിട്ട് അപ്പുറം ഒഴിവാക്കി അതേ പരിപാടി. ഖുറാഫികൾ ചെന്ന ഏർപ്പാട് ഷേഖ് അൽബാനിയുടെ പേരിൽ ലോകം കണ്ട ഇപ്പൊ നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ അൽബാനി, മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനിയുടെ അദ്രക്കില്ലാത്ത അഭിപ്രായം ഇടക്കുള്ള ഒരു വാചകത്തിന് കൊടുത്തിട്ടു. അതുപോലെ ഷെയ്ഖ് റബീഹിന്റെ ഉദ്ധരണിയിൽ, അതുപോലെ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖിന്റെ, 3 പണ്ഡിതന്മാരുടെ പേര് തിരിമറികൾ. ഇതൊക്കെ ജമിയത്തുൽമയുടെ പുസ്തകത്തിലാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് കത്ത് കൊടുത്തതിനാണ് എന്ത് അവർ പൂർത്തികളായത്. അപ്പൊ സെലഫി മൻഹജാണോ നമ്മുടെ സംഘടന, അല്ലെങ്കിൽ മാതൃസംഘടന, അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വെളിച്ചം പകർന്ന സംഘടന കൊണ്ടു നടക്കുന്നത് എന്ന് നമ്മൾ വളരെ അടിയന്തരമായി ചിന്തിച്ച് തീരുമാനത്തിലെത്തേണ്ട ഒരവസ്ഥയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഉടനെ വിളിക്കാം എന്ന് പറഞ്ഞ സെക്രട്ടറി വിളിച്ചില്ലാതെ മാത്രമല്ല, അദ്ദേഹം വിളിച്ചത് ഞങ്ങളോട് നേരിട്ടാണല്ലോ, അതിന് രേഖയില്ലല്ലോ. അത് ഞങ്ങളെന്ത് ചെയ്തു, ആ വിഷയം എഴുതിക്കൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞില്ലല്ലോ, എന്നിട്ട് വിളിച്ചു കണ്ടില്ല, ചില കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു കത്ത് കൊണ്ടുപോയി 13/3 രേഖകളാക്കാണ്. ഇൻഷാ അല്ലാഹ് വൈകാതെ അത് പിന്നെ പ്രസിദ്ധീകരിക്കും. ഇതൊക്കെ രേഖകളാണ്. അവർക്കെതിരിൽ അള്ളാഹുവിന്റെ മുമ്പിലുള്ള രേഖകളാണ്. നമ്മൾ സത്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സെലഫി മാർഗം എന്ത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി കാണിച്ചു കൊടുത്തിട്ടുള്ള, വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ശേഷം അഷ്റഫ് സാഹിബ് സൈൻകാണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു മനസ്സുണ്ടായാൽ മതി. ഞാൻ ഇപ്പോൾ നേരത്തെ ഇവിടെ വന്നിട്ട് പ്രവർത്തനം പറഞ്ഞു, ഒരു പ്രശ്നമല്ല നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം. അഭൗതികമായ മാർഗത്തിലാൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷയത്തിന്റെ പോയിന്റ് അത്ര തന്നെയുള്ളൂ. അത് ജിന്നായാലും മഴക്കായാലും മറ്റാരായാലും ായാലും ഒക്കെ കണക്കല്ലേ. എന്നിട്ട് ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണിവർ എന്നാണ് ഒരു ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്നത്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എനിക്ക് വലിയൊരു അത്ഭുതമുണ്ടായി. എന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ഇവിടെ പറഞ്ഞു, ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, കണ്ടു എന്ന് പറഞ്ഞു. അവരും മുബാറക്കും ഹുസൈൻ സലഫിയും ഒക്കെ അഭിപ്രായക്കാരാണ്. ഇത് വളരെ ഗൗരവമാണ്. അത് ഏത് വമ്പൻ പറഞ്ഞാലും അവരെ ഈ ലോകത്തും പരലോകത്തും അവർ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അവർക്കെതിരെയുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായി അത് നിലനിൽക്കുമെന്ന് ഞാൻ അവരെ കാത്തിരിക്കുകയാണ്. നമ്മൾ ശിർക്ക് എന്നൊരു സംഗതി ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന വിശ്വാസവും ഇതിനെയാണ് പറയാം. ഒരു സാധാരണ വിചാരിച്ച് പറയാം, എന്നിട്ട് നോണ പറഞ്ഞാൽ അത് പറഞ്ഞ് ഏത് ഒമ്പതായിരുന്നാലും ശരി, അത് അതിനുള്ള പരിഹാരം ചെയ്തില്ലെങ്കിൽ പരലോകത്തിന്റെ ഫലം ശരിക്കും അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്തിൽ നമുക്ക് മനസ്സിലായി വന്നേക്കാം. ആരാണെന്ന് എനിക്കറിയില്ല. ഒരാളെ കാഫർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ പറയപ്പെട്ട ആൾ കാഫറല്ലെങ്കിൽ അത് പറഞ്ഞതിലേക്ക് മടങ്ങുന്നതാണ് ഹദീസ്, എല്ലാവർക്കും അവരുടെ കാര്യമാണ്. അപ്പൊ ആ ചോദ്യം ആ പറഞ്ഞതിലേക്കാണ് മടങ്ങുക, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ആ മടങ്ങിയ അവസ്ഥയിലാണ് മരിക്കേണ്ടി വന്നാൽ എവിടേക്കോ എത്തിച്ച് അർത്ഥമൊന്നും മനസ്സിലാക്കാതെ വെറുതെ എന്താണ് ആൾക്കാർ പറയുന്നത്. ഇവിടെ വന്നപ്പോ എനിക്ക് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയം കേട്ടിട്ട് ഞാൻ പറയുമ്പോൾ ഞാനിങ്ങനെ നടന്ന് പ്രസംഗിക്കുന്ന ആളല്ല, നമുക്കറിയാലോ. വളരെ ചുരുക്കം ഇപ്പൊ ഈ വിഷയം വന്നപ്പോൾ 3-4 സ്ഥലത്ത് പ്രസംഗിച്ചു. അതിങ്ങനെ അതറിഞ്ഞു എന്നുള്ളതല്ലാതെ ഞാൻ എഴുതാറേ ഉള്ളൂ.
എന്നിട്ട് എന്നെ പറ്റി അവൻ എന്താ അറിയാം? എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ എഴുതി വായിച്ചിട്ടുണ്ടോ? ഞാൻ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടത് ഏതായിരുന്നാലും ഒരിക്കലും അള്ളാഹു ഒന്ന് സാക്ഷിക്ക് പറയണേ ഞാനത് ചേർത്ത് കൊടുക്കൂല. നേരിട്ട് അതിനുള്ള പരിഹാരം ഈ ലോകക്കാലം മരിക്കുന്നതിന് മുമ്പിൽ ചെയ്യലല്ലാതെ വിശേഷത്തിനെ പറ്റി രണ്ടാളും വിളിക്കുക എങ്കിൽ അവർക്കും ഈ വാദം തോന്നാത്ത മേൽവാദികൾ ഞാൻ കണ്ടില്ല. ഞാൻ കാണിച്ചിരുന്നത് പ്രസംഗത്തിന് മുമ്പ് കാണിച്ചിരുന്ന ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഈ വിഷയം 971 ആഗസ്റ്റ് ലക്കത്തിൽ സിൽസിലയിൽ ഈ വിഷയം വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഇസ്ലാഹിൽ ലക്കത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞ കാര്യം പറയാം. അതായത് ഇന്ന് നമ്മുടെ കേരള നജാത്തുൽ മുജാഹിദീൻ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നവരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് വിരുദ്ധമാണ് എന്ന് ഇവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഗൾഫിൽ നിന്ന് വന്ന ചില ആവശ്യങ്ങളെ ഇവർ തള്ളിക്കളഞ്ഞു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഐദാൻ എന്ന് പറയുന്നൊരു പണ്ഡിതൻ സൗദി അറേബ്യയിൽ നമ്മൾ ഇസ്ലാമിക് സെന്ററിന്റെ പലർക്ക് കേട്ടിട്ടുണ്ടാവും. ചുരുക്കം നിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ നിങ്ങൾക്ക് അവിടുന്ന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടർ ഇങ്ങോട്ട് വരും. നിങ്ങളുടെ എല്ലാ ചെലവും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടുന്ന് പരിഹരിച്ച് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് കത്താണ്. ഇതിന് വേറെ കൽപ്പിച്ചില്ല. ഈ മനുഷ്യൻ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ഇതിന്റെ മുമ്പ് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്റെ വീട്ടിൽ വരികയും ഒരു ദിവസം രാത്രി താമസിച്ച് പിറ്റേന്ന് പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പരിപാടി ഉണ്ടാക്കി ഒരു ചർച്ചയ്ക്ക് ശ്രമം നടത്തി. നമ്മൾ പണ്ഡിതന്മാരെ അനുവദിച്ചില്ല. അപ്പൊ ഇവിടുന്ന് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, നടന്നില്ല. ഇതൊരു കത്ത്. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത്. നമ്മുടെ ഇടയിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് കുവൈത്തിലെ ഇഹ്യാഉ തുറാസുൽ ഇസ്ലാമി അയച്ച ഒരു കത്തുണ്ട്. അറബി അറിയുന്നവരുണ്ടെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞിട്ടാം 3.5 പേജിന്റെ കത്ത്. 3.5 പേജ് കണ്ടോ? നിങ്ങളുടെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ളത് പറയുന്നു. അതിൽ അവർ പറഞ്ഞ കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കണം. അതാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ തീരുമാനം. യാ ഇബാദുല്ലാഹ് അയ്യൂനി എന്നതാണല്ലോ നിങ്ങളതിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ആധാരമായ ഹദീസ്. ഈ ഹദീസ് ഇബാദുല്ലാഹ് എന്ന് പറഞ്ഞ ഉദ്ദേശം ജിന്നും മലക്കും, സാലികളായ ജിന്നും മലക്കും ആണ്. അതുപോലെ അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽ നമ്മൾ കാണാത്ത ചില സൈന്യങ്ങളുമാണ് എന്ന അഭിപ്രായമുണ്ട്. ഇത് ശിബറാണ്, ഇത് ബാത്തിലാണ് എന്നാണ് ഒരഭിപ്രായം. അങ്ങനെ പറയുന്നവരെ ഒഴിവാക്കണം, പുറത്താക്കണം എന്ന് ഒരു കൂട്ടർ കാണുന്നു. ഇത് ഇങ്ങനത്തെ ഈ വ്യാഖ്യാനം, ഈ ഇബാദുല്ലാ എന്ന് പറയുന്നത് ജിന്നുകളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന വ്യാഖ്യാനം അതിൽ ശിർക്കില്ല എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം അതിൽ ദുആ ഇല്ല. നമ്മളെ സമീപത്തുള്ള ഒരു ജിന്നിന് ഒരാളോട് നമ്മൾ പറയുന്നത് പോലെ ജിന്ന് കേൾക്കുന്ന ആൾക്ക് കഴിയുമെങ്കിൽ ആ ജിന്നിനോട് സഹായം തരുന്നത് ശിർക്കല്ല എന്ന് മറ്റൊരു കൂട്ടർക്കൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ശുദ്ധേശത്തിന് ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇബാദുല്ലാ എന്ന് ഇതുകൊണ്ട് ഉദ്ദേശം ഖദ് യകൂനു മിൻ സാലിഹി അൽ ജിന്നി വൽ മലായിക, സാലിഹികളായ ജിന്നുകളും മലക്കുകളുമാവാം. അതിൽ ശിർക്കില്ല. لأنه من جنس سؤال المخلوق الحي الحاضر القادر فيما يقدر عليه. കാരണം അത് വഴിയിലകപ്പെട്ടു പോയ വഴി കാണാൻ അറിയുന്ന ആൾ വിളിച്ചു തരുന്ന ആ പറച്ചില് എന്നെ സഹായിക്കണമെന്ന് പറയുന്നത് ഒരു സൃഷ്ടിയോട് അയാൾക്ക് കഴിവുള്ള കേൾക്കാവുന്ന കാര്യത്തിൽ പറയുന്ന ഒരു ചോദ്യം മാത്രമാണ്. അത് ശിർക്കില്ല.
എന്ന് ഈ വിഷയത്തിൽ അവരുടെ ഒരു പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ ഒന്നുകൂടി വരുന്നത് അമ്മാ മസലത്തിൽ സ്ഥാനത്തിൽ ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത്. ഒരു കൂട്ടർ പറയുന്നു അത് ശിർക്കാണ്. ഞാൻ അറബി പദങ്ങൾ വായിക്കുന്നില്ല, സമയം കുറക്കാൻ വേണ്ടിയിട്ട്. അത് ശിർക്കാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു, ജിന്നിനോട് സഹായം ചോദിച്ചു. മറ്റു കൂട്ടർ ശിർക്കുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്, ശിർക്കുണ്ട്, വസീലത്ത് ശിർക്കുണ്ട്. പറയുന്നു ഏറ്റവും പ്രബലമായ അഭിപ്രായം അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി അൻവാ', ജിന്നിനോട് സഹായം വ്യത്യസ്ത ഇനങ്ങളുണ്ട്. മിൻഹാ മാ ഹുവ ഖുദീസുള്ളതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്. നമ്മൾ പറയാൻ ശ്രദ്ധിച്ചറിയ, കാരണം വഴി അടക്കാനുള്ളത് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനുള്ള വളരെ വ്യക്തമായ തീരുമാനം ഇവരെ എഴുതി. അവിടുത്തെ ബന്ധുബന്ധ സംഘടനയാണ്, ലോകം മുഴുവൻ വേദികളുള്ള എല്ലാ ഒരു പ്രവർത്തനങ്ങൾ എത്തുന്ന മഹാസംഘടനയാണ് പിന്നെ ജമിഅത്ത് ഇഹ്തിറാസുൽ ഇസ്ലാം. ഈ രണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം അവരാവശ്യപ്പെട്ടാണ് നിങ്ങളോട് ന്യൂസി എന്ന് പറഞ്ഞാൽ ന്യൂസിക്കും തഖ്വ നിങ്ങൾ കേട്ടിട്ടില്ല, അതേ പദാ പറഞ്ഞു. ന്യൂസി നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ഒരുപാട് അനുബന്ധങ്ങളുണ്ട്, സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കും. ധാരാളം പള്ളികൾ ഇഹ്തിറാസിന്റെ കേരളത്തിൽ 500ഓളം പള്ളികളിലൊക്കെ ഉണ്ടായിട്ട് വളരെ ഔദ്യോഗികമായ പിന്നെ യാതൊരു വളവും തിരിവില്ലാത്ത നിലയ്ക്ക് തന്നെ നമ്മൾ പള്ളികൾ പണിയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഘടന ഒരുപാട് സഹായങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ന്യൂസി ഞങ്ങൾ വസീയത്ത് ചെയ്യുന്നു ഈ താഴെ പറയുന്ന കാര്യങ്ങൾ കണ്ടു. ഒന്നാമത്തേത് നിങ്ങൾ അങ്ങനെയുള്ള ഭിന്നിപ്പ് അവസാനിപ്പിക്കണം, ചുരുക്കി വയ്ക്കണം. രണ്ടാമത്തത് ഇത്തരം വിഷയങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പറയരുത്. ഇത് പണ്ഡിതന്മാർ പരിഹരിക്കണം. പണ്ഡിതന്മാർ പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് കൊടുത്ത കത്തുകളൊക്കെ കണ്ടു. നമ്മൾ പരമാവധി ശ്രമിച്ചു. എന്നിട്ട് നമുക്കായിട്ടാണ് വിഷയങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട്. മൂന്നാമത്തത് ഇതിന്റെ പേരിൽ നിങ്ങൾ തർക്കങ്ങൾ ഉണ്ടാക്കരുത്. നാലാമത്തത് ഇതിന്റെ പേരിൽ നിങ്ങൾ എടുത്ത എല്ലാ അച്ചടക്ക നടപടികളും റദ്ദ് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. പുറത്താക്കിയത് തിരിച്ചെടുക്കണം, അച്ചടക്കങ്ങളൊക്കെ റദ്ദാക്കണം. ഈ നാലാമത്തത്. അഞ്ചാമത്തത് സൗദി അറേബ്യയിലും ഗൾഫിലുമുള്ള സലഫി പണ്ഡിതന്മാരുടെ സഹായം നിങ്ങളെ അഭിപ്രായ വ്യത്യാസം തീർക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ആറാമത്തത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ദൗറകൾ ക്യാമ്പുകൾ ഉണ്ടാക്കണം. അതിന് ഒന്നുകിൽ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ പണ്ഡിതന്മാർ അങ്ങോട്ട് വരാം. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്യാം. ഈ രണ്ട് ഭാഗത്തുള്ള അഭിപ്രായ വ്യത്യാസമുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ ഗൾഫിലെ പല പണ്ഡിതന്മാരുടെ അടുത്തേക്ക് അയക്കണം. ഇതാണ് ഏഴാമത്തത്. എട്ടാമത്തത് ഈ സംഗതികൾ ഈ വസീയത്തുകൾ, ഈ നിർദ്ദേശങ്ങൾ, ശക്തമായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ നടപ്പാക്കി എന്ന് ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇതാണ് അവസാനത്തെ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോകണം. ഈ കത്തിന് പുല്ല് വില വെച്ച് എന്താ വെച്ചാൽ ഇവരെ വ്യത്യാസം ഇവരുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ തകർന്നു പോകും. അപ്പൊ സലഫി മൻഹജിലല്ല ഇന്ന് നമ്മുടെ സലഫി കേരളത്തിൽ അറിയപ്പെടുന്ന സലഫി നേതൃത്വം. ഞാൻ പച്ചയായി പറയുന്നു, കേരള ജമിഅത്തുൽ ഉലമ സലഫി മൻഹജിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു. തെളിവുകളുടെ ആധാരത്തിൽ ആണ് ഞാൻ ശരിക്കും വായിച്ച് ഓരോ കാര്യങ്ങളും മുമ്പിൽ വെച്ചത്. KNMന്റെ നേതൃത്വം, കാരണം KNMനെ നിയന്ത്രിക്കുന്ന അതേ ശക്തികൾ തന്നെയാണ് ജമിഅത്തുൽ ഉലമയെ നിയന്ത്രിക്കുന്നത്. ടി.പി.അബ്ദുൽ KNMന്റെ പ്രസിഡന്റ്, ജമിഅത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് മൂപ്പരാണ് അധ്യക്ഷൻ. ജമിഅത്തുൽ ഉലമയുടെ മീറ്റിംഗ് കൂടുമുണ്ടാകുന്നത്. പ്രസിഡന്റ് TK മൊയ്തീൻ ദീർഘകാലമായിട്ട് സുഖമില്ലാതെ യോഗത്തിന് പങ്കെടുക്കാൻ നടത്തുന്ന ഒരു സാത്വികനായ പണ്ഡിതനാണ്. അപ്പൊ അവിടെ TP ഇപ്പുറത്തെ അധ്യക്ഷൻ. പിന്നെ കാര്യമായിട്ട് പ്രസംഗിക്കുന്ന ആരാ? അപ്പുറത്ത് അബ്ദുറഹ്മാൻ സലഫി സെക്രട്ടറി, ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി മുപ്പര്. അപ്പുറത്ത് KNM മദനി, അദ്ദേഹം തന്നെ വരും. ഞങ്ങളിത് എത്രയോ വർഷങ്ങളായി കണ്ടും അടുത്ത് അതിനുള്ളിൽ ഫൈറ്റ് ചെയ്ത് ഒരു ഫലവും കാണാത്തതുകൊണ്ടാണ് ഇത്തരം സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കാരണം ഞങ്ങളിത് അറിഞ്ഞില്ല എന്ന് നിങ്ങൾ പറയരുത്. അതിനുവേണ്ടി മാത്രം
വളരെ ഗൗരവമുള്ള വിഷയമാണ് സുഹൃത്തുക്കളെ. സലഫി പ്രസ്ഥാനം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും സലഫി പ്രസ്ഥാനത്തിലേക്ക് ആയിരങ്ങളെ പതിനായിരങ്ങളെ കൊണ്ടുവരികയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വളരെ വ്യക്തമായ വ്യതിചലനത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു എന്നതിന്റെ ചുരുക്കം. സലഫി മന്നജിൽ നിന്ന് അവർ തിരിഞ്ഞു പോയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖകൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാവും. ഷുക്കൂർ സാഹിബിന്റെ ബന്ധപ്പെട്ടാൽ മതി, കാണിച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോ ഇത്രയും ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ നേതാവ് എന്റെ പ്രിയങ്കരനാ സുഹൃത്ത് സി കെ സരസ്വതികളോട് സംസാരിക്കും. കൂടുതൽ വിഷയങ്ങൾ കത്തി മനസ്സിലാക്കാം. പ്രാർത്ഥന പറയാനുള്ളത് ഒന്നുകൂടി ആവർത്തിക്കണം. ഓരോരുത്തരും പഠിക്കാൻ തയ്യാറാണ്. എന്താണ് വളരെ ആഴത്തുള്ള വിഷയമൊന്നുമില്ല. പഠിക്കാൻ തയ്യാറായി ബോധ്യപ്പെട്ടതിന്റെ നിനക്ക് എൽമില്ലാതെ അറിവില്ലാത്തതിന്റെ പിറകെ നീ പോകരുത്. എൽമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ രാവാ പകല ഒന്നാകെ ഇരുട്ട് മൂടി മഴ പെയ്തു ഇരുട്ട് വന്നാൽ നമ്മൾ രാത്രി എന്ന് പറയോ ഒരു കലാകാരൻ ഇതാണ് എൽമ് എന്ന് പറയുന്നത്. അതായത് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത ഒരു കാര്യത്തിലാണ് എൽമ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അറിവ് എന്ന് പറഞ്ഞാൽ ആ ആശയം കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ആ നിലത്തിലുള്ള ഒരു എൽമില്ലാതെ അറിവില്ലാതെ നിങ്ങൾ ഒന്നിന്റെ പുറകെ പോകരുത്. അത് സംഘടനയാണ് ഏറ്റിയാണ് തീർച്ചയാണെന്ന് വിചാരിച്ചിട്ട് വൈകേടിൽ പോകരുത് എന്ന് എന്റെ സഹോദരന്മാരെ ഞാൻ താക്കീത് ചെയ്യും. ഞാൻ എന്ന പേരിൽ കളവ് പറഞ്ഞ ആ വമ്പൻ കളവ് പറഞ്ഞ അവരെ ഞാൻ താക്കീത് ചെയ്യുന്നു. വളരെ ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ ആള് രക്ഷപ്പെടില്ല. നിങ്ങൾക്കറിയാത്ത കാര്യം പറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് നിങ്ങളുടെ ജീവൻ അള്ളാഹുവിന്റെ അടുക്കലാണ്. എപ്പോഴാണ് നമ്മൾ മരണപ്പെട്ടു പോകാൻ അറിയില്ല. അയാൾ പറഞ്ഞത് അയാളിലേക്ക് മടങ്ങി വന്നാൽ ആ രൂപത്തിൽ അയാൾ മരണപ്പെടേണ്ടി വരും. എത്ര മഹാദുരന്തമായിരിക്കും. അതുകൊണ്ട് ആ കാര്യം അദ്ദേഹത്തെ ഒന്നുകൂടി അയാളെ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാനും പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാനും അല്ലാഹു നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ നേതാക്കന്മാർക്ക് അല്ലാഹു സൽബുദ്ധി തോന്നിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ, അതുപോലെ മക്കൾ, സഹോദരി സഹോദരന്മാർ ഇവർക്കെല്ലാം അല്ലാഹു തആല ഹിദായത്തിന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് കൺകുളിർമ, മക്കളിൽ നിന്ന് കൺകുളിർമ അല്ലാഹുവിനെ ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലൈഹി വസല്ലം.